വിദ്യാഭ്യാസ മേഖലയിൽ പറയുന്ന പോലെ സംസാരിക്കുന്ന ചുമരുകളെ നിങ്ങൾക്ക് കാണാം. അധ്യാപകർ മാത്രമല്ല, സംസാരിക്കുന്ന ചുമരുകൾ, സംസാരിക്കുന്ന ഒരു വിദ്യാലയം നമുക്ക് വലിയ ഒരു ഇൻഫർമേഷൻ, ഈ നാടിന് വലിയൊരു ഉണർവാണ് ഈ വിദ്യാലയം നൽകുന്നത്. എനിക്ക് തോന്നുന്നു പുതിയ പുതിയ പദ്ധതികളുമായിട്ടാണ് ഈ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. വലിയ ഉയരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, സമൂഹത്തിന് ഗുണപ്രദമായിട്ടുള്ള വിദ്യാലയമാണ്. ഒരുപക്ഷെ ഒരു ടൗണിന്റെ അകത്താണ് അല്ലെങ്കിൽ ഒരു അങ്ങാടിയോട് അടുത്താണ് ഈ വിദ്യാലയം ഉണ്ടായിരുന്നതെങ്കിൽ ഇവർക്ക് ഇത്ര തന്നെ കഷ്ടപ്പെടേണ്ടമായിരുന്നു. കാരണം അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പരസ്യ പ്രചരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. കാരണം ഇതൊരു ഉൾപ്രദേശത്തായി, ഒരുപക്ഷെ ഐക്കരപ്പടി ടൗണിലോ അല്ലെങ്കിൽ രാമനാട്ടുകര ടൗണിലായിരുന്നെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ സാമൂഹ്യ ശ്രദ്ധ അല്ലെങ്കിൽ മീഡിയ ശ്രദ്ധ നേടുന്നതായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുന്നേ ആയിരുന്നു ഇവിടെ ഒരു സയൻസ് ഫെയറുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഇതുവരെ കാണാത്ത പല ഉപകരണങ്ങൾ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അധ്യാപകർ എന്തുമാത്രം റിസ്ക് എടുത്തിട്ടുണ്ടാവും. പലതും പൊട്ടുന്നതും തൊട്ടാലും പൊടിഞ്ഞു പോകുന്നതുമായിട്ടുള്ള വസ്തുക്കളായിരുന്നു. ആ ഉപകരണങ്ങളെല്ലാം തന്നെ ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഈ സമൂഹത്തെ ഒരുപക്ഷെ അവർ അത്ര തന്നെ പരസ്യം ചെയ്തിരുന്നെങ്കിലും നാട്ടുകാർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടായി. അപ്പൊ അത്ര റിസ്ക് എടുത്തുകൊണ്ട് അത്ര തന്നെ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഓരോ ദിനവും എങ്ങനെ പുതുമയാക്കാൻ പറ്റും എന്ന രീതിയിൽ ചിന്തിക്കുന്ന അധ്യാപകരാണ്. അതിന്റെ ഗുണം ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. കുട്ടികൾ കലാരംഗത്ത് നിപുണരാകുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ചേലേമ്പ്രയിൽ തന്നെ 1ാം സ്ഥാനം അലങ്കരിക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ. നേരത്തെ പറഞ്ഞു LSS നേടിയെടുത്തു നമ്മൾ. ഈ വിദ്യാലയത്തിന് ഹൈസ്കൂൾ തലമില്ല, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഇല്ല. വെറും 4ാം തരം വരെയുള്ള വിദ്യാലയം ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നു. ധാരാളം ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ടീച്ചർമാരൊക്കെ പറയും, നേരം കൊണ്ടൊരു വഴിയില്ല കേട്ടോ മെമ്പറെ. ശരിയാണ്, മനസ്സിലാക്കുന്നു. ഈ ജലജീവനുമായി ബന്ധപ്പെട്ട് ഒരു വഴിയെല്ലാം തന്നെ ബുദ്ധിമുട്ടാണ്, വന്നു പോവാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ മാനേജ്മെന്റ് ആ രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഈ സഹകരണത്തിന് നമ്മൾ തിരിച്ചും ചിലത് നൽകേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ കർത്തവ്യമാണ്. വിദ്യാലയം നിലനിൽക്കാൻ അതിന്റെ വിദ്യാർത്ഥികളെയാണ് ആവശ്യം. വിദ്യാർത്ഥികളെ നമുക്ക് എവിടെന്നെങ്കിലും കൊണ്ടുവരാൻ പറ്റില്ല. ഇതിന് ചുറ്റുപാടത്തുമുള്ള കുട്ടികളെയാണ് നമുക്ക് വേണ്ടത്. അത് നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമാണ് ഒരു പൊതുവിദ്യാലയം സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ യോജിപ്പിക്കാൻ പറ്റിയ ഒരു വിദ്യാലയം നിലനിൽക്കുകയുള്ളൂ. നേരത്തെ ഇവിടെ അജ്മൽ സാറിനെയൊക്കെ പറഞ്ഞു. അജ്മൽ സാറൊക്കെ ഒരു പക്ഷേ ഇതൊന്നും യാതൊന്നും പ്രതീക്ഷിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഈ വിദ്യാലയം അദ്ദേഹത്തിന് ഒരു ബാധ്യതയാവാൻ പാടില്ല. ഒരു സാധാരണ മനുഷ്യനാണ്, തൽക്കാലം ഒരു ജോലിയുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കും. അദ്ദേഹത്തിന് ഈ ഒരുപക്ഷെ ഇതൊരു ബാധ്യതയായാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് അദ്ദേഹം നിലനിർത്താം. പക്ഷെ ആ കുടുംബം ഒരുപക്ഷെ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് നമ്മളാണ് ഈ വിദ്യാലയത്തെ ചേർത്ത് പിടിക്കേണ്ടത്. എങ്ങനെയാണോ ഈ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ് നമ്മുടെ സമൂഹത്തോട് ഒട്ടി നിൽക്കുന്നത്, അതുപോലെ നമ്മൾ ഈ വിദ്യാലയത്തെ ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ അഡ്മിഷൻ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ പ്രദേശത്ത് ധാരാളം വിദ്യാലയങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്യാൻവാസിംഗ് നടക്കുന്നതല്ലേ.